യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് യേശു വളരെ റെസ്പെക്റ്റോടുകൂടി ഇപ്രകാരം പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യരുതേ. പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം യേശുവിൻ്റെ കാലത്ത് യേശുവിനോട് കൂടെ നടന്ന ആത്മാവ് പ്രവർത്തിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവിനോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവൻ്റെ കൂടെ വരുന്നത് ഇതാ എല്ലാവരും കണ്ടു, യോഹന്നാനും കണ്ടു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്നിരുന്നു. അവസാനം അവൻ മരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തിയത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, റോമാലേഖനത്തിൽ വ്യക്തമാകുന്നുണ്ട്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആത്മാവ് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. അതിനുശേഷം യേശു പറഞ്ഞു അപ്പോസ്തലന്മാരുടെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അങ്ങനെയാണ് ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരൊരു തീരുമാനമെടുത്തു. ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവർ ശാന്തമായിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശാന്തമായിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 10 ദിവസത്തിന് ശേഷം പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു നിറഞ്ഞു. അപ്പോൾ നമ്മുടെ പെന്തക്കോസ്താ എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മളെ യേശു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണ്. പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? യേശുവിനെ പോലെ ആയിത്തീരാൻ. എന്നിട്ട് ഒരിക്കലും മരിക്കാതെ നിത്യതയിലേക്ക് പോകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല, ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, അത്ഭുതങ്ങളോടെ അടയാളങ്ങൾ നടക്കാനല്ല മാത്രമല്ല. അതൊക്കെ വേണം, അതൊക്കെ താൽക്കാലിക കാര്യങ്ങളാണ്. പക്ഷേ നിത്യതയിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഏൽപ്പിച്ചു കൊടുത്തവൻ ചെയ്യേണ്ട ജോലി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ അറിയുന്നവൻ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താ കാര്യം? അവൻ തൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലയമായി അവൻ കാത്തു സൂക്ഷിക്കണം. എന്നിട്ടോ അവൻ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുക്കണം. നിത്യമായ ജീവിതത്തിന് വേണ്ടി അവൻ ഈ ജീവിതത്തിൽ എടുക്കണം. എനിക്കിവിടെ മാത്രമല്ല ജീവിതം, മരിച്ചു കഴിഞ്ഞും ജീവിതമുണ്ട്, മരണശേഷമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മരണം കൊണ്ട് ഈ ജീവിതം അവസാനിക്കാനുള്ളതല്ല. നമ്മുടെയൊക്കെ ആളുകൾ ഭയങ്കര വിശ്വാസികളാണ്. സത്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നൊരു വചനമുണ്ട്. 1 കൊരിന്ത്യൻസ് 15:18-19 വചനം വായിച്ചേ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എല്ലാ മനുഷ്യരെക്കാളും ഈ ധ്യാനം കൂടി അവർ നിർഭാഗ്യവാന്മാരാകും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, ഞാൻ ധ്യാനമൊക്കെ കൂടി സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി പോയി ധ്യാനം കൂടി. പുള്ളിയും ധ്യാനം കൂടിയിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ധ്യാനം കൂടി, ഭയങ്കര അനുഭവമായിരുന്നു, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച്. അപ്പം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാനുള്ള ഒരു രീതി ആയിരുന്നില്ല അവൻ്റേത്. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടോ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ധ്യാനം കൂടാൻ പോകാനുള്ള കാരണം എന്നാണെന്നറിയോ? എൻ്റെ അച്ചായന് ക്യാൻസറായിരുന്നു. അപ്പോൾ ക്യാൻസർ രോഗം സുഖപ്പെടാൻ വേണ്ടിയാണ് സത്യത്തിൽ ധ്യാനം കൂടാൻ പോയത്. അങ്ങനെ അവിടെ ചെന്നു. അച്ചായൻ്റെ ക്യാൻസറിനൊക്കെ ഒരു ചെറിയ കുറവൊക്കെ വന്നു, വേദനയൊക്കെ കുറഞ്ഞു, അച്ചായൻ നല്ല ഇതൊക്കെ ആയി. അതോടുകൂടി അവനോട് പറഞ്ഞു, ഞാൻ സന്ധ്യ ആകുമ്പോഴത്തേനും നല്ലോണം പ്രാർത്ഥിക്കും, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ഓർത്തോടെ അത്രയും പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ചായൻ മരിച്ച്.
അച്ചായൻ മരിച്ചതോടുകൂടി ഇവൻ്റെ പ്രാർത്ഥനയും ഇവൻ്റെ എല്ലാ പരിപാടികളും ടപ്പ് എന്ന് പറഞ്ഞ് തീർന്നു. ഞാൻ വിചാരിച്ചത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ അച്ചായനെ എന്നേക്കും ജീവിപ്പിക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അച്ചായൻ മരിച്ചു പോയില്ലേ, ഇനി എന്നാ വാഴയ്ക്കാ പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥന തീർന്നു. ഇങ്ങനത്തെ കുറേ വിശ്വാസികളുണ്ട്, കരിസ്മാറ്റിക്കിലും ഉണ്ട് ഇങ്ങനത്തെ കുറേ ആളുകൾ. ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള കുറേ ആളുകൾ. വെറുതെയാണ്. അങ്ങനെയല്ല പൗലോസ് അപ്പോസ്തലൻ, വെറുതെയാണത്. നമ്മളെക്കാളും വലിയ വിശ്വാസികൾ അവരൊക്കെ. എനിക്ക് പ്രാർത്ഥിച്ചു, 100% മാർക്ക് കിട്ടി. ധ്യാനത്തിന് പോയി അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഈ വചനം അങ്ങോട്ട് പറഞ്ഞു ഉരുവിട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് കിട്ടും എന്ന് വിചാരിച്ച് നിൻ്റെ കയ്യിലെ ഇൻസ്ട്രുമെൻ്റാണ് വചനം എന്ന് വിചാരിക്കരുത്. ഇപ്പം ചില ധ്യാനഗുരുക്കന്മാർ ഇങ്ങനെ പ്രസംഗിക്കുമ്പം അവരുടെ തെറ്റല്ലത്. ഈ ആളുകൾ ധരിച്ചിരിക്കുന്നത് എനിക്ക് കാര്യം സാധിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് വചനമെന്ന് വിചാരിക്കരുത്. ഇൻസ്ട്രുമെൻ്റ് അല്ല, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. ആ ബോധ്യം ഇല്ലാതെ ചുമ്മാ വചനം എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു ഉപകരണം പോലെ, മന്ത്രം പോലെ പലരും ഉപയോഗിക്കുന്നുണ്ട്. വചനം ദൈവമാണ്. ആ ബോധ്യത്തോടു കൂടി വേണം എടുക്കാൻ, ആ ബോധ്യത്തോടു കൂടി വേണം വായിക്കാൻ, ആ ബോധ്യത്തോടു കൂടി വേണം എൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ, ആ ബോധ്യത്തോടു കൂടി വേണം വചനം അനുസരിച്ച് ജീവിക്കാൻ. അവഗണിക്കുമ്പോഴും ഓർത്തോണം, ദൈവത്തെയാണ് അവഗണിക്കുന്നത്. അങ്ങനെയാണ് ബൈബിൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, 2 പിള്ളേർ ഇവിടെ വരുമായിരുന്നു ധ്യാനത്തിന്. വളരെ വളരെ തീവ്രതയായിട്ടാണ് അവർ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഡോക്ടറും ഒരാൾ എൻജിനീയറുമാണ്. പെട്ടെന്ന് അവരുടെ പിതാവിന് ക്യാൻസർ വന്നു. അവർ 100% വിശ്വസിച്ചു ക്യാൻസർ രോഗം മാറും. ക്യാൻസർ രോഗമൊന്നും മാറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി. സത്യത്തിൽ അതിന് ശേഷം ആ പിള്ളേരെന്ത് ചെയ്യും, ഭയങ്കര ഡെസ്പായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചത് യേശു ഞങ്ങളുടെ അപ്പനെ മരിച്ചു കഴിഞ്ഞിട്ടും അവർ വിശ്വസിച്ചു, കല്ലറയിലേക്ക് എടുക്കുന്നതും വരെയും അവർ വിശ്വസിച്ചു, ഞങ്ങളുടെ അച്ചായൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിച്ചു. ഇത്ര എഡ്യൂക്കേഷനൊക്കെ ഉള്ള പിള്ളേരാണ്, പക്ഷേ വിശ്വസിച്ചു. അവസാനം ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞുകൂടി അവർ നിരാശരായി. അപ്പം നമ്മളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താനുള്ള ഉപകരണം. 3 ഉപകരണമുണ്ട്. ഒന്ന് പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് ദൈവം. പിന്നെ വേറെ ഉപകരണങ്ങളുണ്ടല്ലോ, പരിമല തിരുമേനി, ഇഗ്നാത്യോസ് ഏലിയാസ് ബാവ, മഞ്ഞനിക്കര ബാവ. ഇരിക്കുകയല്ലേ, എന്നാണ് അതിൻ്റെ പ്രശ്നം? ഇൻ്റർവ്യൂ എടുക്കുന്നത്, എംബസിയിലോട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്നാ പറഞ്ഞു? IELTS അല്ലേ, ശരിയാക്കി തരാം. IELTS ശരിയാക്കി തരാമെങ്കിൽ ഞാൻ പെരുന്നാൾ ഏറ്റ് കഴിക്കാം, നാട്ടുകാരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ നമുക്കൊരു ധാരണയിൽ പോകാം. ഇങ്ങനെ വിശുദ്ധന്മാരും ദൈവവുമായിട്ട് കാര്യസാധ്യത്തെ പ്രതിയുള്ളൊരു ധാരണയിൽ പോകുന്ന, അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലൊക്കെ പോകാം. പക്ഷേ അതൊന്നും സത്യത്തിൽ പ്രിയമുള്ളവരെ ആത്മീയതയിലില്ല. ആധ്യാത്മികത എന്താണെന്നറിയോ? ദൈവം കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യുക. അതിന് കാരണം എന്താ? എന്നെ സൃഷ്ടിച്ചതും എനിക്ക് ജീവൻ നൽകിയതും ദൈവമാണ്. ഞാൻ സത്യത്തിൽ പ്രിയമുള്ളവർ ഒരു കാലത്ത് എനിക്ക് യേശുവിൽ വിശ്വാസമായി, യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തിലും എല്ലാത്തിലും എനിക്ക് വിശ്വാസമായി. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്, മരിച്ചവരെ വേണം ഉയർപ്പിക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് വിശ്വാസമായി. പക്ഷേ എനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരുന്നു. മരിച്ചു കഴിയുന്ന മനുഷ്യൻ എന്തു ചെയ്യും? മരിച്ച് മണ്ണോട് മണ്ണ് ചേരും. അത് നമുക്ക് ശവക്കോട്ടയിൽ നോക്കുമ്പോൾ കാണാവുന്ന കാര്യമാണ്. ആത്മാവ് മുകളിലേക്കും പോകും. അതെങ്ങോട്ടാണ് പോയെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല, കാരണം ആത്മാവിനെ കാണാൻ പറ്റുകയല്ലോ. പിന്നെ നമ്മൾ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ട് മേളിലോട്ടാണ് പോകുന്നതെന്നൊക്കെ പോകുന്നു. ഈ പോയത് എങ്ങോട്ടാണ് പോയത് അതും അറിയാൻ മേല. ഈ 10,000-കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ആത്മാവ് എവിടെയായിരിക്കുന്നത്? വല്ല പിടിയുണ്ടോ? കർത്താവ് രണ്ടാമത് വരും. വരുമ്പോൾ എന്നാ സംഭവിക്കാൻ പോകുന്നത്? വരുമെന്ന കാര്യത്തിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം ശരീരത്തോടുകൂടി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നമുക്കറിയത്തില്ല. സ്വർഗത്തിലേക്ക് പോയി. സ്വർഗം എവിടെയാണെന്നറിയണ്ടേ? അതും അറിയത്തില്ല. എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്നാ, എവിടെയായാലും കുഴപ്പമില്ല, യേശു ജീവിക്കുന്നു, അത്രയും കൊണ്ട് ഞാൻ എൻ്റെ ഷട്ടർ അടച്ചു. പക്ഷേ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയാം?
യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ, ഇങ്ങനെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും? മനുഷ്യൻ രൂപാന്തരപ്പെട്ട് വേറൊരാളാവും. ഇപ്പോൾ ഇരിക്കുന്ന ആൾ വേറൊരു ഷേപ്പിലേക്ക് മാറും, രൂപാന്തരപ്പെടും. യേശുവിനെ സ്വീകരിച്ചവരെല്ലാം ഒരാത്മീയ മനുഷ്യനായിട്ട് മാറും, രൂപാന്തരപ്പെടും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവരെ പാതാളത്തിലേക്ക് വിടുകയും ചെയ്യും. അതെങ്ങോട്ടാണെന്നാൽ പോട്ടെ, അത് നമുക്ക് വിഷയമില്ല. മരിച്ചവരെല്ലാവരും മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്നാണെന്നറിയോ? ഈ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ ശവക്കോട്ട, അവിടെയാണല്ലോ ഈ അച്ചായന്മാരെ കൊണ്ട് മുഴുവൻ അടക്കിയിരിക്കുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ മുഴുവൻ ശവക്കോട്ടയിൽ അടക്കിയിരിക്കുന്നത്. ഈ ശവക്കോട്ടയിൽ അടക്കിയിരിക്കുന്നവരുടെ ഗതി എന്താ? നമ്മൾ നിങ്ങൾ എന്നായാലും ശവക്കോട്ടയിൽ അടക്കിയിട്ട് പോരുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ അടുത്ത ശവാടക്കിനും ചെല്ലണം. അപ്പോൾ ഈ സാധനം തുറക്കുമ്പം 2 അസ്ഥി 3 അസ്ഥിയൊക്കെ അവിടെ കിടപ്പുണ്ട്, ഇങ്ങനെ തലയോട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ ഉയർക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കോശമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. യേശുക്രിസ്തുവിൻ്റെ ഗംഭീര ശബ്ദം കേൾക്കുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ ഞാൻ ചാടി എഴുന്നേക്കും. ശരീരത്തോടു കൂടി എഴുന്നേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തോടു കൂടി ഓർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർക്കാറുന്നത് ആത്മാവൊക്കെ ഒരു പരുവത്തിനും. ഇത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സഭാവിശ്വാസം അനുസരിച്ച് ശരീരത്തോടു കൂടി ഉയർക്കും. ഇതെങ്ങനെ നടക്കും? മനുഷ്യൻ എങ്ങനെ ഉയർത്തെഴുന്നേക്കും? എൻ്റെ ബുദ്ധിക്ക് ഒട്ടും ഇത് ചേർന്നില്ല. ഞാൻ കർത്താവിനോട് തന്നെ ചോദിച്ചു, കർത്താവേ, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പൗലോസ് അപ്പോസ്തലൻ, ഇതെങ്ങനെ നടക്കുന്നത്? ഇത് സത്യമാണോ? അതോ ഇതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു. മാലാഖ ചോദിച്ചതുപോലെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഒന്ന്, 1950 സുറിയാനി സഭ ഉണ്ടായിരുന്നു. ചരിത്രപരമായി ഉണ്ട്. ഞാൻ പറഞ്ഞു സഭയുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, 1950 നീ ഉണ്ടായിരുന്നോ? 50 ഞാനിപ്പോൾ എവിടെയായിരിക്കും? ഞാൻ 50 എവിടെയായിരുന്നു? 1950 ഞങ്ങളുടെ അച്ചായൻ്റെ അമ്മയുടെ കല്യാണം നടന്നിട്ടില്ല. ഞാൻ എവിടെയായിരുന്നു? ഞാനില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനുണ്ട്, എൻ്റെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ഞാനില്ല, എന്നിൽ ഞാനില്ല. 72 ജനുവരി, അപ്പോൾ 1 വർഷം മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായി. 72 ജനിച്ചു വീണു. വീണതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാനിവിടെ ഉണ്ട്. എൻ്റെ സ്വരം ഭൂമി കേട്ടു തുടങ്ങി. ഞാൻ കരയുന്നത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്ററിൽ ഞാൻ ഉണ്ടായി. എവിടുന്നുണ്ടായി? ഇല്ലായ്മയിൽ നിന്ന് നിന്നെ ഈ പരുവത്തിനാക്കി. ഇപ്പോൾ 2010 മലബാർ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയാക്കിയെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ നീ അങ്ങനാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. സത്യമാണ്. എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചു. ഞടുങ്ങിപ്പോയി. നമ്മുടെ ബുദ്ധിഹീനതയെക്കുറിച്ചോർത്ത്, നമ്മുടെ പരിമിതികളെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. സത്യമാണ്. ഞാൻ സെമിനാരി പോകുന്നതിനൊക്കെ മുമ്പ് ധ്യാനമൊക്കെ കൂടി ഒരു 19-20 വയസ്സുള്ള കാലത്ത് യേശുവിനെ തേടി നടക്കുകയാണ്. ബൈബിൾ വായിക്കുക, ദേവാലയങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. സുവിശേഷം എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണ്, അവിടെ പോയി കേട്ടിട്ട് എഴുതിയെടുക്കും. ആ എഴുതിയെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കാണാൻ പഠിച്ചിട്ടൊരു പ്രസംഗം പറയണമെന്നുള്ള ആഗ്രഹത്തിലാണ്. എല്ലാം എഴുതിയെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് നല്ല പ്രസംഗം പറയുകയാണ്. തീപ്പൊരി പ്രസംഗം. എനിക്കതങ്ങോട്ട് ചങ്കിനകത്ത് തീ കത്തുകയാണ് ഈ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ. ഞാൻ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ഉടനെ അവിടുത്തെ ആ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു, ഇവനുണ്ടല്ലോ, ഇവൻ ഒരു നാണം കുടുങ്ങിയായിരുന്നു. ഇവന് സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു. ഇവിടുത്തെ ഇവാഞ്ചലൈസേഷൻ കോഴ്സ് മാസം 4 ദിവസത്തെ കോഴ്സുണ്ട്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവന് പ്രസംഗിക്കാനുള്ള കഴിവ് കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തോടെ എൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്, എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്.
മൊത്തത്തിലൊരു നാണം ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണമുള്ള പ്രശ്നം എന്താണെന്ന് അറിയും, ഈ നാണമായതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചെല്ലാൻ മേല. 10 പേര് കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ ഒഴിഞ്ഞ കടകൾ നോക്കിപ്പോകും. ഇങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എനിക്കൊരു സുവിശേഷകനാകണം, വൈദികനാണെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ സാധിക്കും? അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ ഇത് പറയുന്നത്. അപ്പം ഞാൻ പതുക്കെ ഈ അച്ഛൻ്റെ അടുക്ക പോയിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഇവിടുത്തെ ചെറിയൊരു കോഴ്സുണ്ടല്ലോ, ഏതാണ്ട് 1 വർഷത്തെ 6 മാസത്തെ 4 ദിവസം 1 മാസം പോയാൽ മതി, ഈ കോഴ്സിൽ എന്നെ കൂടെ എടുക്കുമെന്ന് ചോദിച്ചു. അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, നിനക്ക് ഞാനൊരു അഡ്മിഷൻ തരാം. ഞാൻ അഡ്മിഷനൊക്കെ എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ 19-20 വയസ്സുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, റിട്ടയർഡ് എൻജിനീയർമാർ, പ്രമുഖ ധ്യാന കേന്ദ്രങ്ങളിലെ വലിയ സുവിശേഷകർ തുടങ്ങി വലിയ ആളുകളാണ് കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. മാത്തുക്കുട്ടി, അദ്ദേഹം ഈ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ മാത്തുക്കുട്ടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം നല്ല പഠനമുള്ള ആളാണ്, എൻജിനീയറാണ്, റിട്ടയർഡ് എൻജിനീയറാണ്. എന്ന് മാത്രമല്ല ആത്മീയ കാര്യങ്ങളിൽ നല്ല പക്വതയുള്ള ആളാണ്. ബൈബിളിൽ പഠനവും എല്ലാമുള്ള നല്ല ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാത്തുക്കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. മാത്തുക്കുട്ടി ചായം കയറി വന്നിട്ട് അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടാ, നിങ്ങളുടെ ഈ സഭയിൽ ഈ തല തുണി ഇട്ടിരിക്കുന്ന ഏതാണ്ടൊരു പാർട്ടികളിൽ അതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിഷപ്പുമാർ തലേ തുണി ഇടണം. ആണല്ലേ? പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, സന്യാസിമാർ, റംബാൻസ്, അവരും തലയിൽ ഇങ്ങനെ തുണി ഇടും. അപ്പോൾ ഈ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ആൾ എന്നോട് പറയുകയാണ്, 19 വയസ്സുള്ള, സെമിനാരി പോയിട്ടില്ല, മാത്രമല്ല ഡിഗ്രിയുടെ ഒരു പേപ്പർ എഴുതിയെടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, വിഷമിച്ചിരിക്കുകയാണ്. ഇത് എഴുതിയിട്ട് ഇങ്ങോട്ടോ ശരിയാകുന്നില്ല, എന്നാന്ന് പിടുത്തം കിട്ടുന്നത്. അപ്പോഴാണ് മാത്തുക്കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളുടെ സഭയിൽ ആ തലേ തുണിയിട്ടിരിക്കുന്ന ആൾ നീ ബിഷപ്പാവും. മാത്രമല്ല എന്നിട്ട് പുള്ളി നിർത്താൻ പോവില്ല, നീ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിഷപ്പാവും. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ, ചെറുപ്പത്തിൽ അതൊക്കെ കേൾക്കുന്ന ഒരു സുഖമല്ലേ. നമ്മളിപ്പോൾ ഒരു കൊച്ചിനോ നീ ഒരു ഡോക്ടറാകും എന്ന് പറയുന്നത് കേൾക്കുന്ന എന്തൊരു സന്തോഷമാണ്. എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു സന്തോഷത്തേക്കാൾ കൂടുതൽ ജാള്യതയാണ്. കാരണം എന്താണ്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് ഒരാൾ പറയുക എന്നൊക്കെ പറയാം, കേൾക്കുന്ന സുഖമാണെങ്കിലും പുറത്ത് പറയാൻ ജാള്യതയായതുകൊണ്ട് ലോകത്തിൽ ആരോടും ഞാനിത് മിണ്ടിയില്ല. അവസാനം ഞാൻ സെമിനാരി ചേർന്ന് ആദ്യം എനിക്ക് പട്ടം കിട്ടുമ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനല്ലേ, നല്ലൊരു മനുഷ്യൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലേ, എന്നാൽ പിന്നെ പുള്ളി ഒന്ന് വിളിച്ചേക്കാമെന്ന് ഓർത്ത് ഞാൻ നേരെ ചങ്ങനാശ്ശേരി പോയി. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, മാത്തുക്കുട്ടി ചായ, ഞാൻ ശമ്മാശനാകാനായിട്ട് പോവുകയാണ്, കോട്ടയം സെൻറ്റ് ജോസഫിൽ വെച്ചാണ്, അപ്പോൾ വരണം. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് വന്നേച്ച് പോകത്തേ ഉള്ളെന്ന്. ഞാൻ പട്ടമൊക്കെ കിട്ടി പുറത്തേക്ക് ഇറങ്ങി കോട്ടയം സെൻറ്റ് ജോസഫിൻ്റെ താഴത്തെ ഹാളിൽ കാപ്പി കുടിക്കുന്ന നടന്നിരിക്കുകയാണ്. എൻ്റെ സെമിനാരി പഠിക്കുന്ന കൂടെയുള്ള പിള്ളേരെല്ലാം ഉണ്ട്. കുറച്ച് പേർക്ക് കിട്ടി പട്ടം, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. അവരെല്ലാവരും വട്ടം നിൽക്കുമ്പോൾ കോളേജിൽ പഠിച്ചിരുന്ന പിള്ളേരോട് വന്നിട്ടുണ്ട്. അവരെല്ലാം വട്ടം നിൽക്കുമ്പോഴാണ് മാത്തുക്കുട്ടിച്ചായൻ്റെ വരവ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് എന്നെ ഒരു പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന രീതിയിൽ മാത്തുക്കുട്ടിച്ചായൻ്റെ പ്രകടനം. കാരണം സെമിനാരി വിദ്യാർത്ഥി ആരാന്ന് മാത്തുക്കുട്ടിച്ചായൻ അറിയാവും. മാത്തുക്കുട്ടിച്ചായൻ പറഞ്ഞു, ഈ ചെമ്മാച്ചനല്ലേ നിങ്ങളുടെ സഭയിലെ ഒരു ബിഷപ്പാകാനായിട്ടുള്ളതാണ്. ഉടനെ പിള്ളേർ അങ്ങനെ സെമിനാരി വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞതോടുകൂടി ചിന്തിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. പോയപ്പോൾ ഇല്ലാത്ത പ്രതിസന്ധികളെല്ലാം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായി. ഭവനം കടബാധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നു. പട്ടയേക്കാൻ പോലും പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ. ദേവാലയത്തിൽ പോയി വെറുതെ ഇരിക്കുകയല്ലാതെ ആരോടും തുറന്നു പറയാൻ ഒട്ട് ധൈര്യവുമില്ല. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ആരും സ്വീകരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയും, എൻ്റെ അനുഭവം കൊണ്ടാണ്. ആർക്ക് സഹതാപം? ആരും ഇത് കേൾക്കാൻ പോലുമില്ല. ഞാനിത് മനസ്സിൽ പേറി, ഒരു തീക്കനലും പേറിക്കൊണ്ടൊരു ചെമ്മാശൻ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനുശേഷം പട്ടയേക്കാനുള്ള ചെറിയ പരിപാടികളൊക്കെ ആരംഭിച്ചു.
പണമില്ലാത്തതുകൊണ്ട് കാപ്പ പോലും തയ്പ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ വിഷമിക്കുകയാണ്. വീട് അത്ര പ്രതിസന്ധിയിലായിപ്പോയി ഒരു പ്രത്യേക സമയം കൊണ്ട്. അപ്പോഴാണ് ബിനോയ് അച്ഛൻ വയനാട്ടിൽ നിന്ന് വരിക. അച്ഛൻ ഇങ്ങോട്ട് വന്ന് ഷമ്മാശനായിരുന്നു, പുള്ളി ഷമ്മാശനായി. പുള്ളി എന്നോട് വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ അച്ചായൻ ഒരാഗ്രഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് ആഗ്രഹം? അത് ഷമ്മാശൻ ഞങ്ങളുടെ വീട്ടുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഷമ്മാശൻ്റെ ജീവിതത്തിൻ്റെ പട്ടംകുടയ്ക്ക് വയനാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും കാപ്പയും സാധനങ്ങളൊക്കെ തരുന്നത്. എൻ്റെ ഈ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, ഇത് അതിനുള്ള പൈസയാണ്. ഞാൻ ആ പൈസ മേടിച്ചിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് ചങ്ങനാശ്ശേരിക്ക് വിട്ടു. ചങ്ങനാശ്ശേരി പോയി ഒരു കാപ്പയ്ക്കുള്ള തുണിയെല്ലാം മേടിച്ച് തയ്പ്പിച്ചിട്ട് പ്ലാസ്റ്റിക് കൂടിനകത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ അളമാരിയുടെ കീഴിൽ ഒളിപ്പിച്ച് വെച്ചു. അപ്പോഴാണ് ഇടുക്കി മേഖലയിൽ അച്ഛന്മാരുടെ ഷോർട്ടേജ് വന്നു. അവിടുന്ന് ഫോൺ വന്ന് എത്രയും പെട്ടെന്ന് ഇടുക്കിക്ക് ഒരു അച്ഛനെ അയച്ചു കൊടുക്കണം, അവിടെ ഇപ്പോൾ വൈദികരുടെ ഷോർട്ടേജ് ഉണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ തിരുമേനി ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്തായി, നമ്മുടെ കാര്യത്തിൽ തീരുമാനം വല്ലതും ആയോ? അപ്പം ഞാൻ പറഞ്ഞു, കാപ്പയൊക്കെ തയ്പ്പിച്ചിട്ടുണ്ട്, എന്നാൽ ഡയറിങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, നമുക്ക് ഡേറ്റ് നിശ്ചയിച്ചേക്കാം. അപ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഡയറി എടുക്കാനായിട്ടൊക്കെ പോയി ഡേറ്റൊക്കെ ഒന്ന് നോക്കി എല്ലാം വെച്ചു. എനിക്ക് അച്ഛനാക്കി പട്ടം തന്ന് ഞാൻ പോയി. അതിനുശേഷം സഭയിൽ കർത്താവിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ പറഞ്ഞ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനം എല്ലാ പ്രഘോഷണ വേദികളിലും സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം സഭ എന്നെ മെത്രാപ്പൊലിത്തയായി തിരഞ്ഞെടുത്തു. ഞാൻ പത്രത്തിൽ വാർത്ത വന്നു. ഞാൻ മെത്രാപ്പൊലിത്ത ഇവിടെ വന്നപ്പോൾ ഒരു വണ്ടി പിടിച്ച് ഒരു വൃദ്ധനായ മനുഷ്യൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തപ്പി നടന്ന് ഈ സ്ഥലം അറിയത്തില്ല, നടന്ന് മണർകാട്ട് പള്ളി വന്നിട്ട് ചോദിച്ചു, പുതിയൊരു ബിഷപ്പ് ഉണ്ടായിട്ടില്ല, ആ ബിഷപ്പിൻ്റെ താമസിക്കുന്ന സ്ഥലം ഏതാ? അവർ പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്നു എന്നെ കണ്ടു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുടിച്ചോയ. അന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ 39ാമത്തെ വയസ്സ് ഞാൻ ബിഷപ്പായി. ചെറുപ്രായത്തിൽ തന്നെ ബിഷപ്പാകുന്നു. അപ്പം ഞാൻ ഓർത്ത്, എനിക്കിതറിയുന്നതിന് മുമ്പ്, സഭ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, 19 വയസ്സിൽ ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പേ മാത്തുക്കുട്ടി എന്ന മനുഷ്യന് കൃത്യമായി ഒരു സംശയവുമില്ലാതെ ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? മാത്തുക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നമ്മളൊക്കെ കാര്യങ്ങൾ അറിയുന്നതിന് നാളുകൾക്ക് മുമ്പ് തന്നെ, മാത്തുക്കുട്ടി അറിയുന്നതിന് മുമ്പ് തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി വച്ചിരിക്കുന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5 തൊട്ടുള്ള വചനം അങ്ങനെയല്ല പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം എടുത്ത ശേഷമല്ല, രൂപം എടുക്കുന്നതിന് മുമ്പ് തന്നെ ആരറിഞ്ഞിരുന്നു? ദൈവം അറിഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് വഴി. ദൈവത്തിനറിയാം.